ശശി തരൂർ MP ബില്ലിനെ പരസ്യമായി പിന്തുണച്ചത് കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കുന്നു. देखिए, अगर आप 30 दिन जेल में हो तो आप मंत्री रह सकते हैं. आप ये तो कॉमन सेंस की बात है ना. मेरे ख्याल में इसमें तो कोई गलत चीज तो मैं नहीं देखता हूँ. लेकिन अगर इसके पीछे कोई और सोच है तो उसको पढ़ना पड़ेगा. मालूम नहीं, अगर ऐसे करेंगे तो अच्छी बात है, चर्चा करेंगे. मेरे ख्याल में सारे विषय पे कमेटी के भीतर चर्चा होना अच्छा ही है हमारे लोकतंत्र के. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ, പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പാർലമെന്റിനകത്ത് തൃണമൂൽ കോൺഗ്രസ് MP ബില്ല് കീറിയെറിയുന്നു അമിത്ഷായ്ക്ക് നേരെ. അങ്ങനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ അതിലൊരു എതിർസ്വരമായി ശശി തരൂർ എത്തുന്നതാണ്. ഇത്ര നിർണായകമായ ഒരു ബില്ല് പ്രതിപക്ഷത്തെ അംഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മനീഷ് തിവാരി ഇന്ന് സഭയിലൊക്കെ തന്നെ അത്തരത്തിൽ വേട്ടയാടാൻ വേണ്ടിയുള്ളതാണ് ഈ ബില്ല് എന്നൊക്കെ പറയുമ്പോൾ ബില്ല് ചർച്ച ചെയ്യട്ടെ, അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള നിലപാട് തരൂർ എടുക്കുമ്പോൾ, കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലൊരു നിലപാടെടുക്കുമ്പോൾ അത് പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണല്ലേ? തീർച്ചയായും കോൺഗ്രസിനെ ഒരിക്കൽ കൂടി ശശി തരൂർ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മന്ത്രിമാരെ അടക്കം അയോഗ്യരാക്കുന്ന ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ EDയെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഒരുപക്ഷെ വരുന്ന നാളുകളിൽ എല്ലാ സർക്കാരുകളെ അട്ടിമറിക്കാവുന്ന ഈ കാര്യം കൊണ്ടുപോകും എന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ ഭാഗമായാണ് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തത്. അതിനിടയിലാണ് ശശി തരൂർ എന്താണെങ്കിലും ബില്ലിൽ വലിയ പ്രശ്നങ്ങൾ താൻ കാണുന്നില്ല എന്നും ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്കും ചർച്ചയ്ക്കും വരട്ടെ എന്നും വ്യക്തമായിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. മുൻപ് പല ഘട്ടങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂരാണെങ്കിൽ പോലും അത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് അനുകൂല നിലപാട് ശശി തരൂർ സ്വീകരിച്ചത് പലപ്പോഴും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിലേക്ക് പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. അതാണെങ്കിലും വലിയ പോരാട്ടം ഇന്നിപ്പോൾ നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്. വലിയ പ്രതിഷേധം നടുത്തളത്തിൽ ഇറങ്ങുന്നു, ബില്ലുകൾ കീറിയെറിയുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്തുമ്പോഴും ഇതിനുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇതിനു മുൻപ് തരൂർ നടത്തിയത് സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി എന്നത് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇതിലെന്തായിരിക്കും കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്? മുൻപും ശശി തരൂർ നടത്തുന്ന പ്രതികരണങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു പോകുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലും അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് കണ്ടറിയുന്നത്. എന്താണെങ്കിലും പല്ലും നഖവും ഉപയോഗിച്ച് ഈ ബില്ലിനെ എതിർക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും മന്ത്രിമാർ അടക്കമുള്ള ആളുകളൊക്കെ വിവിധങ്ങളായി ED കേസുകൾ, CBI കേസുകൾ, IT അത്തരം നിരവധി കേസുകൾ അതിലൊക്കെ പ്രതികളായി പലരും ജയിലിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ ബില്ലും നിയമമാകുന്നതോടെ അതിലൊക്കെ കൂടുതൽ അത്തരത്തിൽ PMLA കേസുണ്ടെങ്കിൽ ഒരുപാടുപെട്ട ആരെ വേണമെങ്കിലും 30 ദിവസമോ 90 ദിവസമോ ഒക്കെ ജയിലിലുള്ള അധികാരം EDക്കോ CBIക്കോ ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായും അത് അവരുടെ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോ പ്രധാനമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെടുത്തുന്നതിന് വഴിവെക്കുകയും ചെയ്യും. സ്വാഭാവികമായും വലിയ വിമർശനം ഈ ബില്ലിൽ തുടരുക തന്നെ ചെയ്യും. ബില്ലിനെ ശക്തമായി എതിർക്കുന്ന നിലപാട് പ്രതിപക്ഷം തുടരും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വിനീത, ശരി.